വാസ്തുശാസ്ത്രമനുസരിച്ച് നോക്കുമ്പോൾ ചെടികളിൽ വച്ച് തന്നെ ഏറ്റവും വിശേഷപ്പെട്ടതും ഒരു വീട്ടിലേക്ക് വളരെയധികം ഐശ്വര്യവും പോസിറ്റിവിറ്റിയും എല്ലാ വിധത്തിലുള്ള ഈശ്വരാധീനവും കൊണ്ടുവരുന്ന ഒരു ചെടിയാണ് ശംഖുപുഷ്പം. ശംഖുപുഷ്പം ഇഷ്ടപ്പെടാത്തവരായും ശംഖുപുഷ്പം നട്ടുവളർത്താത്തവരായും ആരും തന്നെ ഉണ്ടാവില്ല. എന്നാൽ ശംഖുപുഷ്പത്തോടൊപ്പം നട്ടുവളർത്തിയിട്ടുണ്ടെങ്കിൽ എത്ര ദാരിദ്ര്യത്തിൽ കിടക്കുന്ന വീടിനെയും സമ്പന്നതയിലേക്ക് എത്തിക്കുന്ന രണ്ട് ചെടികളുണ്ട്. വാസ്തുശാസ്ത്രപ്രകാരം നോക്കുമ്പോൾ ഈ രണ്ട് ചെടികൾ ശംഖുപുഷ്പത്തോടൊപ്പം തഴച്ചു വളരുകയാണെങ്കിൽ അത് ആ വീടിനെ സംബന്ധിച്ചിടത്തോളം മഹാഭാഗ്യമാണ്. നിങ്ങൾ വീട്ടിൽ ശംഖുപുഷ്പം വളർത്തുന്നവരാണെങ്കിൽ തീർച്ചയായും ഈ രണ്ട് ചെടികൾ ശംഖുപുഷ്പത്തോടൊപ്പം തന്നെ നിങ്ങൾ നട്ടുവളർത്തേണ്ടതാണ്. ഇനി ശംഖുപുഷ്പം വീട്ടിൽ ഇല്ലാത്തവരാണെങ്കിലും ശംഖുപുഷ്പവും ഈ ചെടിയും നട്ടുവളർത്തി പരിപാലിക്കുന്നത് നിങ്ങളുടെ ഭവനത്തിലേക്ക് എല്ലാവിധ നേട്ടങ്ങളും കൊണ്ടെത്തിക്കും. എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശംഖുപുഷ്പം എന്ന ചെടി അതിൻ്റേതായ സ്ഥാനത്ത് നിന്നെങ്കിൽ മാത്രമേ എല്ലാ ഗുണങ്ങളും ആ ഭവനത്തിന് ലഭിക്കുകയുള്ളൂ. അപ്രകാരം നോക്കുമ്പോൾ ശംഖുപുഷ്പം നട്ടുവളർത്തേണ്ട കൃത്യമായ സ്ഥാനവും ശംഖുപുഷ്പത്തോടൊപ്പം നട്ടുവളർത്തേണ്ട ഈ രണ്ട് ചെടികളെ പറ്റിയുമെല്ലാം തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഹൈന്ദവ വിശ്വാസമനുസരിച്ച് നോക്കുമ്പോൾ ഈ ശംഖുപുഷ്പം എന്ന ചെടി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കൊണ്ടുവരപ്പെട്ടതാണെന്നും നീല നിറമുള്ള ഈ ശംഖുപുഷ്പം ശിവഭഗവാന്റെ മൂന്നാം കണ്ണാണെന്നും വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ തന്നെ ഈ ശംഖുപുഷ്പം നട്ടുവളർത്തുമ്പോൾ നല്ല രീതിയിൽ അവ വളരുകയാണെങ്കിൽ ആ വീട്ടിൽ എല്ലാ വിധത്തിലുള്ള ഈശ്വരാധീനവും ലക്ഷ്മി കടാക്ഷവും നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതും അർത്ഥമാക്കുന്നുണ്ട്. അതായത് ഈ ശംഖുപുഷ്പം എന്ന ചെടി എല്ലാ വീടുകളിലും ഒരുപോലെ വളരുന്ന ഒന്നല്ല. ചില വീടുകളിൽ എത്ര നട്ടുപരിപാലിക്കുവാൻ നോക്കിയാലും അവ നല്ല രീതിയിൽ വളർന്നു കിട്ടില്ല. എന്നാൽ ചില വീടുകളിൽ ഇവ വളരെ ഭംഗിയായി തഴച്ചു വളരും. അപ്രകാരം നിങ്ങളുടെ വീട്ടിലും ശംഖുപുഷ്പം തഴച്ചു വളരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ താമസിക്കുന്ന വീടും മണ്ണും വളരെയധികം ഈശ്വരാധീനം നിറഞ്ഞതും ലക്ഷ്മി ദേവിയുടെ കടാക്ഷം നിങ്ങളിൽ എപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതുമാണ്. ഇനി ശംഖുപുഷ്പത്തിനോടൊപ്പം വളർത്തേണ്ട ചെടികളെ പറ്റി പറയുന്നതിന് മുൻപായി ശംഖുപുഷ്പം നട്ടുവളർത്തേണ്ട ശരിയായ ദിശയെപ്പറ്റി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം ശരിയായ സ്ഥാനത്ത് അല്ലെന്നുണ്ടെങ്കിൽ ഗുണത്തിന് പകരം ദോഷമായിരിക്കും ഇതുകൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്നത്. ശംഖുപുഷ്പം ഒരു വീട്ടിൽ നട്ടുവളർത്തുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് 3 സ്ഥാനങ്ങളാണ്. അതിൽ ഒന്നാമത്തെയും ഏറ്റവും ഉത്തമമായിട്ടുള്ളതുമായ സ്ഥാനം വടക്ക് ദിശയാണ്. നിങ്ങളുടെ വീടിൻ്റെ വടക്ക് ദിക്കിൽ ശംഖുപുഷ്പം നടുകയും നല്ല രീതിയിൽ വളരുകയും ചെയ്താൽ അത് മഹാഭാഗ്യമായിട്ടാണ് നിങ്ങൾക്ക് വരിക. അതുപോലെ തന്നെ ശംഖുപുഷ്പം നട്ടുവളർത്തുവാൻ ഏറ്റവും ഉത്തമമായ രണ്ടാമത്തെ ദിശ എന്ന് പറയുന്നത് ഈശാന കോൺ അഥവാ വടക്ക് കിഴക്കേ മൂലയാണ്. അപ്പോൾ ഈ വടക്ക് ദിക്കിലും വടക്ക് കിഴക്കേ മൂലയിലും ശംഖുപുഷ്പം നടുകയും നല്ല രീതിയിൽ അവ പരിപാലിക്കുകയും ചെയ്യുന്നതിലൂടെ ഏറ്റവും പ്രധാനമായി നിങ്ങൾക്കുണ്ടാകുന്ന ഗുണം എന്ന് പറയുന്നത് വീട്ടിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ അകലുകയും നിങ്ങളുടെ ഭവനത്തിലേക്ക്
എല്ലാവിധ സാമ്പത്തിക നേട്ടങ്ങളും വന്നു ചേരുവാൻ ഇടയാവുകയും ചെയ്യും എന്നുള്ളതാണ്. ഇനി മൂന്നാമതായി ശംഖുപുഷ്പം നട്ടുവളർത്തുവാൻ ഏറ്റവും ഉത്തമമായ ദിശ തെക്ക് കിഴക്കേ മൂലയാണ്. ഈ തെക്ക് കിഴക്കേ മൂല എന്ന് പറയുന്നത് ലക്ഷ്മി ദേവി കുടിയിരിക്കുന്ന സ്ഥലമാണ്. ലക്ഷ്മി വാസമുള്ള ഭാഗമായതിനാൽ തന്നെ ഇവിടെ ശംഖുപുഷ്പം വളരുന്നത് നിങ്ങളുടെ ഭവനത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവിധ ശുഭകാര്യങ്ങളിലേക്കും നിങ്ങളെ നയിക്കും. ഇനി വാസ്തുശാസ്ത്രമനുസരിച്ച് ശംഖുപുഷ്പത്തോടൊപ്പം നട്ടുവളർത്തേണ്ട ചെടികളെ പറ്റി നോക്കാം. ഇതിൽ ശംഖുപുഷ്പത്തോടൊപ്പം ശംഖുപുഷ്പം നിൽക്കുന്ന അതേ ചുവട്ടിൽ തന്നെ നട്ടുപരിപാലിക്കുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ചെടി എന്ന് പറയുന്നത് തുളസിയാണ്. ശംഖുപുഷ്പം പോലെ തന്നെ അത്രത്തോളം ഈശ്വരാധീനവും ലക്ഷ്മി ചൈതന്യവും നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെടി തന്നെയാണ് തുളസി. തുളസി ചെടി ശംഖുപുഷ്പത്തോടൊപ്പം മുൻപ് പറഞ്ഞ 3 ദിക്കുകളിൽ ഏതെങ്കിലും ദിക്കിൽ തന്നെ വേണം നടുവാൻ. ഇപ്രകാരം ശംഖുപുഷ്പവും തുളസിയും ഒന്നിച്ചു വളരുന്ന വീടുകളിൽ എത്ര വലിയ കടബാധ്യതകളിലും സാമ്പത്തിക പ്രതിസന്ധികളിലുമാണ് ഉണ്ടായിരുന്നതെങ്കിലും അതിൽ നിന്നെല്ലാം കരകയറുവാൻ നിങ്ങൾക്ക് നിഷ്പ്രയാസം കഴിയുമെന്നുള്ളതാണ് വാസ്തവം. എന്നാൽ ചില ആളുകൾ ശംഖുപുഷ്പം നട്ടുവളർത്തുമ്പോൾ ചെയ്യാറുള്ള ഒരു തെറ്റുണ്ട്. അതായത് കരിഞ്ഞു നിൽക്കുന്ന ഏതെങ്കിലും ഒരു ചെടിയുടെ മുകളിലേക്ക് ശംഖുപുഷ്പം പടർത്തിവിടും. ഇത് ഒരു കാരണവശാലും ചെയ്യുവാൻ പാടില്ലാത്ത ഒരു തെറ്റാണ്. ശംഖുപുഷ്പത്തോടൊപ്പം കരിഞ്ഞതും വാടിയതുമായ ചെടികൾ നിൽക്കുകയോ കരിഞ്ഞു നിൽക്കുന്ന ഉണക്ക കമ്പിൻ്റെ മേൽ ശംഖുപുഷ്പം വിടുവാനോ പാടില്ല. ഇത് ഗുണത്തിന് പകരം ദോഷമായിരിക്കും നിങ്ങൾക്ക് നൽകുന്നത്. അതുകൊണ്ട് എപ്പോഴും ശംഖുപുഷ്പം നിങ്ങൾ നട്ടുപരിപാലിക്കുമ്പോൾ വളരെയധികം കൃത്യതയോടെ അത് വളരെ ഭംഗിയായി വളരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇനി ശംഖുപുഷ്പത്തോടൊപ്പം നട്ടുവളർത്തുവാൻ വാസ്തുപരമായി നോക്കുമ്പോൾ ഏറ്റവും ഉത്തമമായി കണക്കാക്കപ്പെടുന്ന രണ്ടാമത്തെ ചെടി മന്ദാരമാണ്. ഇവ നടുമ്പോൾ ഒരേ ചുവട്ടിൽ തന്നെ നട്ടുപിടിപ്പിക്കുക. ശംഖുപുഷ്പവും മന്ദാരവും മുൻപ് പറഞ്ഞ 3 ദിക്കുകളിൽ ഏതെങ്കിലും ഒരു ദിക്കിൽ ഒന്നിച്ചു വളരുന്നത് പോലെ ഒരു ശ്രേഷ്ഠമായ കാര്യം വേറൊന്നുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അവ ഒന്നിച്ചു തഴച്ചു വളരുകയും പൂവിടുകയും ചെയ്യുന്ന ഭവനങ്ങളിൽ സമ്പത്ത് അത്രയധികം ഉണ്ടാവുകയും ദരിദ്രമായിരുന്ന ഭവനം പോലും കോടീശ്വരന്മാരാകുന്ന തരത്തിലുള്ള മഹാഭാഗ്യങ്ങൾ വന്നു ചേരുകയും ചെയ്യും. എന്നാൽ ഈ ശംഖുപുഷ്പം നിങ്ങൾ നട്ടുവളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഒരു കാരണവശാലും അലക്ക് കല്ലിനോട് ചേർന്നോ ബാത്റൂമിനോട് ചേർന്നോ ശംഖുപുഷ്പം നട്ടുവളർത്തുവാൻ പാടുള്ളതല്ല. അപ്രകാരം നട്ടുവളർത്തുകയോ മാലിന്യങ്ങൾ വീണുകിടക്കുന്ന സ്ഥലങ്ങളിൽ നട്ടുവളർത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ശംഖുപുഷ്പം നിങ്ങളുടെ ഭവനത്തിലേക്ക് നൽകേണ്ട ഗുണങ്ങൾക്ക് പകരം ദോഷമായിരിക്കും വന്നു ചേരുന്നത്. ഇത് മറ്റൊന്നും കൊണ്ടല്ല, ശിവപ്രീതിയും ലക്ഷ്മി കടാക്ഷവും അത്രയധികം നിലനിൽക്കുന്ന ഒരു ചെടിയായതിനാൽ തന്നെ ഇത് നട്ടുവളർത്തുമ്പോഴും നിങ്ങൾ അതിൻ്റെ പവിത്രത കാത്തു സൂക്ഷിക്കുക തന്നെ വേണം. അതുപോലെ തന്നെ ശംഖുപുഷ്പം നട്ടുവളർത്തുമ്പോൾ എപ്പോഴും ഒറ്റ സംഖ്യയായി വേണം നടുവാൻ. അതായത് 1, 3, 5, 7 എന്നിങ്ങനെ വേണം നടുവാൻ. അതല്ലാതെ 2 ചെടി ഒരുമിച്ച് 4 ചെടി ഒരുമിച്ച് എന്നിങ്ങനെ നടുവാൻ പാടില്ല. ഇനി താനെ കിളിർത്തു വന്ന ശംഖുപുഷ്പത്തിൻ്റെ ചെടികൾ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ പോലും അവ ഒറ്റ സംഖ്യയിലേക്ക് വരുന്ന വിധം
നിങ്ങൾ വീണ്ടും നട്ടുപിടിപ്പിക്കുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഉയർച്ചകളും പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ഭവനത്തിലേക്ക് വരുവാനിടയാക്കും. അതുപോലെ തന്നെ ശംഖുപുഷ്പം ശിവഭഗവാന് വളരെയേറെ പ്രിയപ്പെട്ട പുഷ്പമായതിനാൽ തന്നെ നിങ്ങൾ സന്ധ്യയ്ക്ക് തിരി തെളിയിച്ച് പ്രാർത്ഥിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ വീട്ടിൽ ശിവൻ്റെയോ ശിവപാർവതിമാരുടെയോ ചിത്രമുണ്ടെങ്കിൽ ആ ചിത്രത്തിന് മുൻപിൽ ഒരു ഇതൾ ശംഖുപുഷ്പമെങ്കിലും സമർപ്പിച്ച് തിരി തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ ശുഭകരമാണ്. അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസങ്ങളിൽ സ്ത്രീകൾ ശംഖുപുഷ്പത്തിൻ്റെ ഇതളുകൾ തലയിൽ ചൂടിക്കൊണ്ട് സന്ധ്യാദീപം തെളിയിക്കുന്നതും നിങ്ങളുടെ ഭവനത്തിലേക്ക് ഏറ്റവും അധികം ഈശ്വരാധീനം വന്നു ചേരുവാനും സർവ ഐശ്വര്യങ്ങളും നിങ്ങളുടെ ഭവനത്തിൽ നിറഞ്ഞു നിൽക്കുവാനും ഇടയാക്കും. അപ്പോൾ തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഈ 2 ചെടികൾ ശംഖുപുഷ്പത്തോടൊപ്പം നട്ടുവളർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു തെറ്റും കൂടാതെ ചെയ്യുകയും വേണം. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ ഭവനത്തിലേക്ക് എല്ലാവിധ ഉയർച്ചകളും വന്നെത്തും. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.